നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തോൽവിക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം പിണറായി വിജയൻ അവകാശമാക്കിയിരിക്കുകയാണ്. പിന്നാലെ ഇതാ പത്തനംതിട്ടയിലെ സഹാക്കൾക്ക് ഇത് പിടിച്ചിട്ടില്ല. അവിടെ നിന്നും വലിയ രൂക്ഷ വിമർശനം ഉയരുകയാണ് പിണറായിക്കെതിരെ. പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനെ പുതിയ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് തിരഞ്ഞെടുത്തതിന് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി CPM തിരഞ്ഞെടുത്തത്. ഐക്യകണ്ഠമായി എടുത്ത തീരുമാനമാണെന്ന് അവകാശപ്പെടുമ്പോഴും ഇപ്പോൾ ഈ തീരുമാനത്തിനെതിരെ പൊട്ടിത്തെറികൾ ശക്തമാവുകയാണ്. സംസ്ഥാന സമിതി യോഗത്തിലായിരുന്നു തീരുമാനമെടുത്തത്. പ്രതിപക്ഷ നേതാവായി പിണറായിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യമായാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നതിന് ശേഷമാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നിരയെ നയിക്കാനെത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ഉണ്ടായെങ്കിലും പിണറായി വിജയൻ തന്നെ മുന്നിൽ നിൽക്കട്ടെ എന്ന യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുകയാണ്. പ്രായപരിധിയിൽ ഇളവ് നൽകിയത് മുഖ്യമന്ത്രിയാകാനാണെന്നും പ്രതിപക്ഷ നേതാവാക്കിയത് റദ്ദാക്കണമെന്നുമാണ് ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭരണം പോയിട്ടും പ്രതിപക്ഷ നേതാവാക്കുന്നത് ശരിയല്ല. തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി ഏറ്റെടുത്തില്ല എന്ന അതിരൂക്ഷ വിമർശനവും പിണറായിക്കെതിരെ ഉയരുന്നു. ഒരിക്കൽ പ്രായപരിധിയിൽ ഇളവ് നൽകിയത് മുഖ്യമന്ത്രിയാകാനാണ്. വീണ്ടും ഇളവുകൾ നൽകി പ്രതിപക്ഷ നേതാവാകുന്നത് ശരിയായ രീതിയല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പാർട്ടി പ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. മന്ത്രിമാരുടെ പ്രവർത്തനം വളരെ മോശമായിരുന്നു. അവരുടെ പ്രവർത്തന ശൈലി ജനങ്ങളെ അകറ്റി. കാര്യമായ തിരുത്തലുകൾ വേണം. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഒരു ശൈലിയും അതും ശരിയായിരുന്നില്ല എന്ന് നേരത്തെ തന്നെ പലപ്പോഴും വിമർശനം ഉയർന്നിട്ടുള്ളതാണ്. പാർട്ടിയെ രക്ഷിക്കാതെ ഭാര്യയെ രക്ഷിക്കാനാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ശ്രമിച്ചതെന്നും വിമർശനം ശക്തമായി. എന്തായാലും അതിരൂക്ഷ വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയരുന്നു. പിണറായി തന്നെ പ്രതിപക്ഷ നേതാവാകട്ടെ എന്ന നിർദ്ദേശം കേരള നേതൃത്വം പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ വെച്ചിരുന്നു. PBയുടെ അംഗീകാരത്തോടെയാണ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നിർദ്ദേശം അവതരിപ്പിച്ചത്. തലമുറ മാറ്റം എന്ന നിലയ്ക്ക് പുതിയൊരു നേതാവിനെ നിയോഗിക്കണമെന്ന ആവശ്യം സംസ്ഥാന കമ്മിറ്റിയിൽ ചിലർ ഉയർത്തി. പക്ഷേ അതിന് കാര്യമായ പിന്തുണ കിട്ടിയില്ല. PB അംഗം നിയമസഭയിലുള്ളപ്പോൾ കക്ഷി നേതാവായി മറ്റൊരാളെ തീരുമാനിക്കുന്ന രീതിയില്ലെന്നും പിണറായി പ്രതിപക്ഷ നേതാവ് ആകുന്നില്ലെങ്കിൽ MLA സ്ഥാനം ഒഴിയേണ്ടി വരുമെന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടിയിരുന്നു. തന്റെ പേര് പരിഗണിക്കുന്നതിനെ പിണറായി എതിർത്തതുമില്ല. എന്തായാലും ഇപ്പോൾ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നിരിക്കുന്നത്. പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് ശക്തമാകുന്നത്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയ തീരുമാനം തെറ്റാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാർട്ടിയെ സംരക്ഷിച്ചിട്ടില്ല എന്നതടക്കമുള്ള അതിരൂക്ഷ വിമർശനമാണ് ഇരു നേതാക്കൾക്കുമെതിരെ ഉയരുന്നത്. പിണറായി പ്രതിപക്ഷ നേതാവാക്കിയ തീരുമാനം റദ്ദാക്കണമെന്ന ആവശ്യം അതെങ്ങനെയാണ്, ഇനി അതിന്മേലുള്ള നടപടികൾ, എന്ത് മറുപടിയാണ് നേതൃത്വം നൽകാൻ പോകുന്നതെന്ന ചോദ്യം ശക്തമാവുകയാണ്. മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ളവരെ മാത്രം ബോർഡ് കോർപ്പറേഷനുകൾ നിയമിച്ചുവെന്നും പാർട്ടിക്കാർക്ക് ഒരു വിലയുമില്ലായിരുന്നുവെന്നും തുറന്നടിച്ചിരിക്കുന്നു. പിണറായിയുടെ മന്ത്രിമാരുടെയും ശൈലി തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായെന്നും യോഗത്തിൽ നേതാക്കൾ വ്യക്തമാക്കുകയുണ്ടായി. പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ MV ഗോവിന്ദനും പരാജയമായിരുന്നു. കണ്ണൂരിലെ പാർട്ടി ഉൾപ്പെടെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ MV ഗോവിന്ദൻ പിന്തുണച്ചത് ഭാര്യയെ മാത്രമാണെന്നും സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെന്നും യോഗത്തിൽ വിമർശനം ഉണ്ടായി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും ജില്ലാ കമ്മിറ്റി ചേരുന്നുണ്ട്. ഇനിയും വിമർശനങ്ങൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള ചോദ്യം ഉയരുകയാണ്. ഇനി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് എന്ത് മറുപടിയാണ് നൽകാൻ പോകുന്നതെന്ന ചോദ്യം കൂടി ബാക്കിയാവുകയാണ്. എന്തായാലും അതിരൂക്ഷ വിമർശനം തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്നത്. മുൻ മന്ത്രി കൂടിയായ വീണ ജോർജിനെ ഇരുത്തിക്കൊണ്ടായിരുന്നു മന്ത്രിമാരുടെ പ്രവർത്തനം ഒന്നും ശരിയായിരുന്നില്ല, മോശമായിരുന്നു എന്ന വിമർശനം ഉയർന്നത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക്, CS സുജാത എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിമർശനം ശക്തമായത്. പിണറായി വിജയൻ ഇളവ് നേടിയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയത്. പാർട്ടിയെ വിജയിപ്പിക്കുക എന്ന ചുമതലയായിരുന്നു അപ്പോൾ ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ പാർട്ടിയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ ഘട്ടത്തിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ പുതിയ സ്ഥാനത്തെത്തുന്നുവെന്നാണ് വിമർശനം ഉയർന്നിട്ടുള്ളത്. പിണറായി ഈ തീരുമാനം സ്വയം പുനഃപരിശോധിക്കണമെന്നും റദ്ദാക്കണമെന്നും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത 2 പേർ ആവശ്യപ്പെട്ടു. അതേസമയം നമ്മൾ മറ്റൊരു വാർത്ത കൂടി നോക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം SSLC ഫലം വന്നിട്ടുണ്ട്. അപ്പോൾ മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഈ സമയം പ്രതികരണവുമായി രംഗത്ത് വന്നു. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് നോക്കാം. പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഹൃദയപൂർവ്വം SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട എല്ലാ കുട്ടികളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പതരാത്ത പരിശ്രമത്തിൻ്റെ മനോഹരമായ ഫലമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇത്തവണ 99% വിജയം എന്നത് ഏറെ അഭിമാനകരമായ നേട്ടം. എല്ലാ വിഷയങ്ങളും A+ കരസ്ഥമാക്കി നാടിൻ്റെ അഭിമാനമായി മാറിയ 30,516 മിടുക്കർക്കും വലിയൊരു കയ്യടി നൽകുന്നു. ആഘോഷങ്ങൾക്കിടയിൽ
മനസ്സ് തളർന്നു നിൽക്കുന്ന ചില കുട്ടികൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഗ്രേഡ് കുറഞ്ഞവരോ ഉപരിപഠനത്തിന് അർഹത നേടാത്തവരോ ആയ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു അവസാനമല്ല, മറിച്ച് പുതിയൊരു തുടക്കം മാത്രമാണെന്നാണ്. ഒരു പരീക്ഷാഫലം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നില്ല എന്ന തിരിച്ചറിവാണ് ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകേണ്ടത്. ലോകത്തെ കീഴടക്കിയ പല മഹാന്മാരും ജീവിതത്തിൽ പരീക്ഷകളിൽ പരാജയപ്പെട്ടവരോ പിന്നിലായി പോയവരോ ആയിരുന്നു എന്നത് മറക്കരുത്. പരീക്ഷയിലൂടെ നിങ്ങൾക്ക് ഈ വർഷം തന്നെ ഉപരിപഠനത്തിന് യോഗ്യത നേടാൻ സാധിക്കുമെന്നതിനാൽ ഒരല്പം കൂടി ശ്രദ്ധയോടെ പരിശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുന്നതാണ്. പാഠപുസ്തകത്തിനപ്പുറം നിങ്ങളിൽ വലിയൊരു പ്രതിഭ ഒളിഞ്ഞിരിപ്പുണ്ടാകാമെന്നും ആ കഴിവുകൾ കണ്ടെത്താനുള്ള ഊർജ്ജമായി സന്ദർഭത്തെ മാറ്റണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഫലം എന്തുതന്നെയായാലും ഈ നിമിഷം മക്കൾക്ക് വേണ്ടത് നിങ്ങളുടെ ചേർത്ത് പിടിക്കലും ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളുമാണെന്നാണ് രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്. അവരെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ അവരുടെ പോരായ്മകൾ പരിഹരിക്കാൻ കരുത്തോടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. തുടർ പഠനത്തിന് അർഹത നേടിയവർക്കും കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാൻ ഒരുങ്ങുന്നവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നുവെന്നാണ് മുൻ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും അല്ലെങ്കിൽ അതിനുള്ള ആ അർഹതയ്ക്കുള്ളൊരു അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹം പരാജയപ്പെട്ടു. അത് ഏറെ വേദനാകരമാണ്. ഒരു വശത്ത് അത് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറയുന്നതാണ്. നല്ല രീതിയിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിന് ഒരു പരാജയം അത് അംഗീകരിക്കാനാകുന്നില്ല എന്ന്. അതിൽ കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രി പോരൊക്കെ തുടർന്ന സാഹചര്യത്തിൽ പലയിടത്തും ഭരണസ്തംഭനമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യങ്ങളെ വിമർശിച്ചിരുന്നു വി ശിവൻകുട്ടി. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെയായിരുന്നു വിമർശനം. ആ വിമർശനക്കുറിപ്പ് ഇപ്രകാരമാണ്: പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രതിസന്ധിയാണ് നിലവിൽ സംജാതമായിരിക്കുന്നത്. സംസ്ഥാനത്ത് വോട്ടെണ്ണൽ കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പുതിയ മന്ത്രിസഭ നിലവിൽ വരാത്തത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. വകുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും കൃത്യമായ മന്ത്രിതലത്തിലുള്ള ഇടപെടലുകൾ അനിവാര്യമായ സമയമാണിത്. SSLC ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളാണ് നിലനിന്നത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കാത്തിരിക്കുന്ന ഈ പ്രക്രിയയിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ മന്ത്രിയുടെ അഭാവം തടസ്സമായി. അതുപോലെ തന്നെ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്കൂളുകളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളും അവതാളത്തിലായിരിക്കുകയാണ്. പാഠപുസ്തകങ്ങളുടെ അച്ചടി കൃത്യസമയത്ത് പൂർത്തിയാക്കി വിതരണം ചെയ്യുന്നതിന് മന്ത്രിതലത്തിൽ നിരന്തരമായ നിരീക്ഷണവും ഏകോപനവും ആവശ്യമാണ്. എന്നാൽ അത്തരം ഇടപെടലുകൾ ഇല്ലാത്തത് വരും ദിവസങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അധ്യാപക പരിശീലനത്തിന്റെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. കേന്ദ്ര സർക്കാർ SSKയ്ക്കുള്ള ഫണ്ട് നിർത്തലാക്കിയിട്ട് വർഷങ്ങളായി. മുൻപ് മന്ത്രിതലത്തിലുള്ള സജീവമായ ഇടപെടലുകൾ വഴി സംസ്ഥാന സർക്കാരിൽ നിന്ന് പ്രത്യേകമായി പണം ലഭ്യമാക്കിയാണ് അധ്യാപക പരിശീലനവും SSK ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങാതെ ഉറപ്പാക്കിയിരുന്നത്. ഭരണപരമായ നേതൃത്വത്തിൻ്റെ അഭാവം ഇപ്പോൾ ഈ മേഖലയെ നിശ്ചലമാക്കിയിരിക്കുകയാണ്. മികച്ച രീതിയിലുള്ള മുന്നൊരുക്കങ്ങളിലൂടെയും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയുമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ വോട്ടെണ്ണൽ കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും വകുപ്പിനെ നയിക്കാൻ ഒരാളില്ലാത്തത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പിന്നോട്ടടി നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടായേ മതിയാകൂ എന്ന് പറഞ്ഞാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചത്. വിമർശിക്കാനെടുത്ത് വിമർശനം ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹം. എന്തായാലും പിണറായി വിജയനെതിരെ വിമർശനം ഉയരുകയാണ്, MV ഗോവിന്ദനെതിരെ വിമർശനം ഉയരുകയാണ്. വരും ദിവസങ്ങൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.